വൃദ്ധരായ മാതാപിതാക്കളെ മകൻ തീകൊളുത്തിക്കുന്നു എന്നായിരുന്നു ആ വാർത്ത. 92 വയസ്സുള്ള രാഘവനും ഭാര്യ ഭാരതിക്കുമാണ് ദാരുണാന്ത്യമുണ്ടായത്. സ്വത്ത് എഴുതി നൽകാത്തതിന്റെ പകയാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് മകൻ വിജയന്റെ കുറ്റസമ്മതം. ഇന്ന് പുലർച്ചെ 3:30-യോടെയാണ് വീട്ടിൽ നിന്ന് തീ ആളിപ്പടരുന്നത് അയൽവാസികൾ കാണുന്നത്. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചു. പിന്നാലെ ഫയർഫോഴ്സും എത്തി. അപ്പോഴേക്കും രാഘവനും ഭാരതിയും പൂർണ്ണമായും കത്തിക്കരിഞ്ഞു. വെളുപ്പിനെയായപ്പോൾ ഭയങ്കര വെട്ടം വന്നു ജനലുകളുടെ ഗ്ലാസ്സിനകത്ത്. ആ വെട്ടം വന്നപ്പോൾ പിന്നെ ഞങ്ങൾ 3 പേരുണ്ട് ഇറങ്ങി നോക്കി വന്നാൽ ഭയങ്കര തീ ആളിക്കത്തുക. അത് കെടുത്താൻ ഒരു നിവർത്തിയില്ല. ഞാൻ അലർക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, അല്ലാതെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ടിൻഷീറ്റിനാൽ മറച്ച 2 മുറി മാത്രമുള്ള ചെറിയ വീടും കത്തിയമർന്നു. വൃദ്ധരായ മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്ന മകൻ 60 വയസ്സുള്ള വിജയനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. സ്വത്തിനു വേണ്ടി മാതാപിതാക്കളെ നിരന്തരം ഉപദ്രവിച്ചിരുന്ന വിജയൻ ഇവരെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ പറയുന്നുണ്ട്. കൊലക്കുറ്റത്തിനാണ് വിജയനെതിരെ പോലീസ് കേസെടുത്തത്. മോട്ടീവായ എലിമിനേഷൻ തന്നെ. കാരണം ഇയാളുടെ ചെയ്യുന്ന പല കാര്യങ്ങളും അച്ഛനും അമ്മയ്ക്കും യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടായിരുന്നു. എപ്പോഴും കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഈവൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു സൂയിസൈഡ് ഉണ്ടാകുമായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. സംസ്കാരം നാളെ നടക്കും. 24 ആലപ്പുഴ.